നമുക്കൊരു പ്രേക്ഷക കൂടിയുണ്ട്, ജാസ്മിൻ കൊല്ലത്ത് നിന്നും. ജാസ്മിൻ, എന്താണ് ജാസ്മിൻ ഈ വിഷയത്തിൽ സംസാരിക്കാനുള്ളത്? അല്ല, എനിക്ക് ദിവ്യ പറഞ്ഞ കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പെൺകുട്ടികളെ വളർത്തുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് പറയേണ്ടത് അന്യ വീട്ടിലേക്ക് പോകേണ്ട പെൺകുട്ടി. ഈ ഒരു പറച്ചില് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അവസാനിപ്പിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മൾക്ക് അന്യ വീട്ടിൽ പോയി ജീവിക്കുക എന്നതല്ല നമ്മുടെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള കാര്യം. ഏറ്റവും പ്രാഥമികമായിട്ട് അവർക്ക് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി പഠിക്കുക. വിദ്യാഭ്യാസമാണ് ഏറ്റവും പ്രധാനം എന്നുള്ള ഒരു കാര്യം നമ്മൾ ആദ്യം മുതലേ തന്നെ പഠിപ്പിക്കണം. എന്റെ 18ാമത്തെ വയസ്സിൽ എന്റെ അച്ഛൻ കല്യാണം കഴിച്ചു കൊടുത്തതാണ്. പക്ഷേ ആ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ എന്റെ അച്ഛൻ അത്ര ഓർത്തഡോക്സ് ഒന്നും ആയിരുന്നില്ല. പക്ഷേ യാദൃച്ഛികമായിട്ട് ഒരു കല്യാണാലോചന വന്നു. ഓക്കെ, അപ്പോ അത് നല്ലതാണെന്ന് തോന്നി കല്യാണം കഴിപ്പിച്ചു. പക്ഷെ ആ വീട്ടിൽ ഞാൻ അനുഭവിച്ച കുറെ കാര്യങ്ങളുണ്ട്. എന്തിനാണ് പറയാ, ആ മാതാപിതാക്കളെ, അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ ഉമ്മ ഉപ്പ എന്ന് വിളിക്കാനുള്ള ഇതുപോലും എനിക്കുണ്ടായിരുന്നില്ല, സ്വാതന്ത്ര്യം പോലും. അവര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളെ ഉമ്മാന്നൊന്നും വിളിക്കണ്ട, നീ ഞങ്ങളുടെ മകളല്ലല്ലോ. അപ്പൊ അവരങ്ങനെ കാണാത്തിടത്തോളം ഒരു സ്ത്രീയും ഒരു വീട്ടിലേക്ക് ആ വീട് നശിക്കണം അല്ലെങ്കിൽ ആ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞല്ല പോകുന്നത്. പക്ഷെ അവര് നമ്മളെ ഒരു ശത്രുവായിട്ടായിരിക്കും പലപ്പോഴും 90% പേരും കാണുന്നത്. പക്ഷെ ഇന്നിപ്പോ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ പോലും പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ കറുത്തുപോയി. ഞാനും കേട്ടിട്ടുണ്ട്, കറുത്തുപോയി. എന്റെ മകൻ ഒരു വെളുത്ത പെണ്ണായിരുന്നു വേണ്ടത്, കറുത്തുപോയി. അവസാനം ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെടുമായിരുന്നു. എന്റെ ഹസ്ബൻഡിന്റെയും കൂടെ ഒരു പിന്തുണ ഉള്ളത് കൊണ്ട് ആ വീട്ടിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ പറ്റി. എനിക്ക് അവസാനം എനിക്ക് നല്ലൊരു ജോലി കണ്ടെത്താനായിട്ട് പറ്റി. അതൊക്കെ എനിക്ക് സാധിച്ചു. ഞാൻ ഇന്നിപ്പോൾ എന്റെ മകളെ വളർത്തുന്നത് ഒരിക്കലും വീട്ടിലെ ജോലികളെല്ലാം, അതെ, വീട്ടിലെ ജോലികളെല്ലാം ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണം. അത് ആ പെൺകുട്ടികൾക്ക് മാത്രമല്ല, ആൺകുട്ടികളും ഇതൊക്കെ തന്നെ ചെയ്തു വളരണം. അല്ലാതെ ഇത് പെൺകുട്ടികൾക്ക് മാത്രമുള്ളതാണെന്ന് ഏത് സമൂഹമാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്? ഇതൊക്കെ ഒരു പാട്രിയാർക്കിയുടെ ഒരു ഭാഗമാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാര്യം ഒരിക്കലും പെൺകുട്ടികളെ ആ ഒരു രീതിയിൽ സപ്രസ് ചെയ്ത് വളർത്തരുത്. പിന്നെ അടക്കവും ഒതുക്കവുമുള്ള പെൺകുട്ടി, എന്ത് അടക്കവും ഒതുക്കവും, നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നവരെ മാത്രം നമ്മൾ റെസ്പെക്ട് ചെയ്താൽ മതി. അത് ഒരു കൊച്ചു കുഞ്ഞാണെങ്കിലും ഒരു മുതിർന്ന മനുഷ്യരാണെങ്കിലും നമ്മൾ പണ്ട് മുതലേ നമ്മളെ പെൺകുട്ടികളെ എന്താ പഠിപ്പിക്കുക? അടക്കവും ഒതുക്കവും വേണം, എല്ലാവരോടും റെസ്പെക്ട് ചെയ്യണം. അതുകൊണ്ട് ചിലപ്പോ വീട്ടിൽ പോലും പലപ്പോഴും നമ്മളെ ബന്ധുക്കളിൽ നിന്നുമൊക്കെ മറ്റുള്ള ബാഡ് ടച്ച് ഉണ്ടാവുന്ന സമയത്ത് പോലും അവർക്കത് പറയാൻ പറ്റാത്തത്, നമ്മളോട് തുറന്നു പറയാൻ പറ്റാത്തത്. കാര്യം അവരെയൊക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യണമല്ലോ. അല്ല, അങ്ങനെ അല്ല നമ്മൾ പഠിപ്പിക്കേണ്ടത്. എല്ലാവരെയും അല്ല, നമുക്ക് റെസ്പെക്ട് തരുന്നവരെ വേണം നമ്മളും റെസ്പെക്ട് ചെയ്യാൻ. അതൊരു കൊച്ചു കുട്ടിയാണെങ്കിൽ പോലും. ഇങ്ങനെയുള്ള കുറേ അധികം മാറ്റങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് വരാനുണ്ട്. ഇപ്പൊ ഇത് കേൾക്കുന്ന ആൾക്കാർ പറയും, ഓ ഇത് ഫെമിനിസമാണ്. ഒരിക്കലുമല്ല. നമ്മള് ഒരു രണ്ടുപേരും, ഇപ്പൊ ഹസ്ബൻഡും വൈഫും രണ്ടുപേരും ചേർന്ന് നയിക്കേണ്ട ഒരു കുടുംബമാണ് നമ്മുടെതൊക്കെ കുടുംബം. അത് മാത്രമല്ല നമ്മളെ കുട്ടികളും അത് കണ്ടു തന്നെ വളരണം. വ്യക്തമാണ് ജാസ്മിൻ, വ്യക്തമാണ്.